ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ്? നെറ്റ്വർക്ക് ആൻഡ് വെബ്സൈറ്റ് സെക്യൂരിറ്റി റിസ്ക്കുകൾ. അതിനകത്ത് നമ്മൾ പറഞ്ഞത് ഹാക്കിങ് പറഞ്ഞു, ദെൻ ഡിനിയൽ ഓഫ് സർവീസസ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൈറസാണ്. ഓക്കെ, എന്താണ് വൈറസ്? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് വൈറസ്. എന്താണ് വൈറസ് നോക്കാം. വൈറസ് ആർ ദ മോസ്റ്റ് കോമൺ സെക്യൂരിറ്റി റിസ്ക് ഫേസ്ഡ് ബൈ ഇ കൊമേഴ്സ് ടുഡേ. ഇ കൊമേഴ്സിൽ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ വൈറസാണ്. എ വൈറസ് ഈസ് എ സ്മോൾ പ്രോഗ്രാം ദാറ്റ് അറ്റാച്ച് ദംസെൽസ് ടു എ കമ്പ്യൂട്ടർ ഓർ എ ഫയൽ ആൻഡ് ദെൻ സർക്കുലേറ്റ്സ് ദംസെൽസ് ടു അതർ ഫയൽസ് ആൻഡ് ദെൻ ബിക്കം ഇൻഫെക്റ്റഡ് ഓൺ എ നെറ്റ്വർക്ക്. വൈറസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രോഗ്രാംസാണ്. അതിങ്ങനെ അറ്റാച്ച്ഡ് ആയിരിക്കും കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട്, കമ്പ്യൂട്ടറായിട്ടോ അതിൻ്റെ ഫയൽസായിട്ടോ ഒക്കെ അറ്റാച്ച്ഡ് ആയിരിക്കും. എന്നിട്ട് അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? മറ്റ് ഫയലുകളിലെത്തും. അങ്ങനെ മൊത്തം നമ്മളെ നെറ്റ്വർക്കിനെ തന്നെ ഇൻഫെക്റ്റ് ചെയ്യും. ദേ യൂഷ്വലി അഫക്ട് ദ ഡാറ്റ ഓൺ എ കമ്പ്യൂട്ടർ ഐദർ ബൈ അൾട്ടറിങ് ഓർ ഡിലീറ്റിങ് ഇറ്റ്. അതായത് ഇത് പൊതുവേ ചെയ്യുന്നത് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റനെ അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഡിലീറ്റ് ചെയ്യാനോ അതൊരു പക്ഷേ അൾട്ടറിങ് ആവാം, അല്ലെങ്കിൽ ഡിലീഷൻ ആവാം. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഏത് രീതിയിലും നമ്മളുടെ ഡാറ്റനെ അത് അഫക്റ്റ് ചെയ്യാം. എ വൈറസ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് ക്യാൻ കോപ്പി ഇറ്റ്സെൽഫ് ആൻഡ് ഇൻഫെക്റ്റ് എ കമ്പ്യൂട്ടർ വിത്തൗട്ട് ദ പെർമിഷണൽ നോളജ് ഓഫ് ദ യൂസർ. അതായത് ഈ വൈറസ് നമ്മുടെ സിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ കോപ്പി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിനെ അത് ഇൻഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ പെർമിഷനോ നമ്മുടെ നോളജോ ഇല്ലാതെയാണ് ഇവരിത് ചെയ്യുന്നത്. അതായത് നമ്മളൊന്നും അറിയില്ല, ലാസ്റ്റ് കയ്യിൽ നിന്ന് പോയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഒരു സിസ്റ്റം നമ്മൾ ഓണാക്കി, അപ്പോൾ നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല അത് ഓണാവുന്നത്. അതേപോലെ നമ്മളൊരു ആപ്ലിക്കേഷൻ ഓണാക്കുമ്പോൾ അതല്ല ഓണാവും, അതിൻ്റെ അപ്പുറത്തുള്ള ആപ്ലിക്കേഷൻ. അങ്ങനെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതല്ലാത്ത സിസ്റ്റം ചെയ്യുമ്പോൾ അതൊരു വൈറസിൽ അഡിക്റ്റഡ് ആണ് നമ്മൾ മനസ്സിലാക്കണം. എ വൈറസ് ഹാസ് ടു മേജർ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ട് മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ദ എബിലിറ്റി ടു റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ആൻഡ് ദ എബിലിറ്റി ടു അറ്റാച്ച് ഇറ്റ് സെൽഫ് ടു അനദർ കമ്പ്യൂട്ടർ ഫയൽ. അതായത് അത് തന്നെ റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല വേറെ കമ്പ്യൂട്ടർ ഫയലിനെയും അത് അറ്റാച്ച് ചെയ്യാൻ കഴിയും. എവറി ഫയൽ ഓർ പ്രോഗ്രാം ദാറ്റ് ബിക്കം ഇൻഫെക്റ്റഡ് ക്യാൻ ഓൾസോ ആക്ട് ആസ് എ വൈറസ് ഇറ്റ് സെൽഫ്. ഓരോ കമ്പ്യൂട്ടർ ഫയലിനും എവറി ഫയൽ ഓർ പ്രോഗ്രാം, ഓരോ ഫയലാവാം പ്രോഗ്രാം ആവാം, അത് ഇൻഫെക്റ്റ് ചെയ്താൽ അതിന് തന്നെ മറ്റൊരു വൈറസായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ വൈറസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ഒരു റിയൽ ലൈഫിൽ, ഹ്യൂമൻ ലൈഫിൽ നമുക്കറിയാം എത്രത്തോളമാണ് വൈറസ് ഇൻഫെക്ഷൻ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു പ്രോഗ്രാമിംഗ് ലെവലിലെത്തുമ്പോൾ എങ്ങനെയെന്നാണ് ഇവിടെ പറയുന്നത്. അലോവിങ് ഇറ്റ് ടു സ്പ്രെഡ് ടു അതർ ഫയൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. അതേപോലെ തന്നെ എന്ത് ചെയ്യും? മറ്റു കമ്പ്യൂട്ടറായിട്ടും ഫയൽസായിട്ടൊക്കെ അത് സ്പ്രെഡ് ചെയ്യാൻ കഴിയും. It is difficult to detect such programs and that spreads rapidly through computer system, destroying data, disrupting processing and memory system. അതായത് ഇത്തരം പ്രോഗ്രാംസ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ബാധിക്കുന്ന, അതേപോലെ ഡാറ്റ ഡിസ്ട്രോയ് ചെയ്യുന്ന, നമ്മുടെ മെമ്മറി സിസ്റ്റത്തിനെയും പ്രോസസ്സിങ്ങിനെയൊക്കെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാംസിനെ ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് എന്താ സെക്യൂരിറ്റി മെഷേഴ്സ് മാക്സിമം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ആൻറ്റി വൈറസസുകൾ കൊണ്ടുവരിക, സെക്യൂരിറ്റി മെഷേഴ്സ് ഏതൊക്കെ രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ട് കൊടുക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ കൊടുക്കുക എന്നുള്ളൊരു പോസിബിലിറ്റീസ് നമ്മളെ മുന്നിലുള്ളത് ചെയ്യാം. വൈറസസ് ആർ പ്രോഗ്രാംസ് ഡെവലപ്ഡ് ബൈ സം ഡിസ്ഹോണസ്റ്റ് പീപ്പിൾ ടു ഡിസ്ട്രോയ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ദ വാല്യുവബിൾ ഇൻഫർമേഷൻ ഇൻ ഇറ്റ്. വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ആരാണ്? ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള പീപ്പിളാണ്. അവർക്ക് എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്യണം, നമ്മുടെ വാല്യുവബിൾ ഇൻഫർമേഷൻസ് ഒക്കെ ഗെയിൻ ചെയ്യണം. ദ മെയിൻ പർപ്പസ് ഈസ് ടു റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ആൻഡ് കോപ്പി ഇറ്റ്സ് കോഡ് ഇൻ ടു ആസ് മെനി അതർ ഫയൽസ് ആസ് പോസിബിൾ. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ റിപ്ലിക്കേറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ കോഡ് കോപ്പി ചെയ്തിട്ട് മാക്സിമം ഫയലിലേക്ക് അത് എത്തിക്കുക. അതാണ് അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ. മാക്സിമം ഫയൽസിനെ അത് അഫക്റ്റഡ് ആക്കിയിട്ട് നശിപ്പിക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം. ഇഫ് കമ്പ്യൂട്ടർ ഇസ് ഇൻഫെക്റ്റഡ് വിത്ത് എ വൈറസ്, ദ വൈറസ് വിൽ ഇറ്റ്സെൽഫ് ട്രൈ ടു കോപ്പി ആൻഡ് ഇൻഫെക്റ്റ് അതർ ഫയൽസ്. നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിൽ ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഇറ്റ്സെൽഫ് റിപ്ലിക്കേറ്റ് ചെയ്ത് പോകും. അതേപോലെ തന്നെ മറ്റ് ഫയൽസിനെ അത് ഇൻഫെക്റ്റ് ചെയ്യും. ഇറ്റ്സ് ഡിപ്പെൻഡൻറ്റ്. ഒരു ഫയലിൽ നിന്ന് മറ്റൊരു ഫയലിലേക്കാണ് അത് പാസ് ചെയ്ത് പോവുക. ഈ ഫയൽസ് ആർ നോട്ട് എക്സ്പോസ്ഡ് ടു അതർ കമ്പ്യൂട്ടേഴ്സ് ദർ ആർ വെരി ലിറ്റിൽ ചാൻസ് ഓഫ് ബീയിങ് അഫക്റ്റഡ്. അതായത് വേറെ കമ്പ്യൂട്ടർക്കൊന്നും ആ ഫയൽസ് എക്സ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ ചാൻസ് കുറവാണ് ഇൻഫെക്റ്റഡ് ആവാൻ. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നടക്കുമോ? നമുക്ക് എപ്പോഴും ഫയൽ ട്രാൻസ്ഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ എന്ത് കേസിൽ ഇപ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് നേരം വെളുത്താൽ ആദ്യം നിങ്ങൾക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് തരാം. നിങ്ങളും അതേപോലെ എന്തെങ്കിലും ഡാറ്റ ആർക്കെങ്കിലും പാസ് ചെയ്തോളൂ. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇത്തരം ചാൻസസ് കുറവാണെന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല. However, it is not practical and possible to stay away from other computers, especially when we want to exchange information from one computer to other. അതായത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എപ്പോഴും എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ചാൻസിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പോസിബിലിറ്റിയെ നമുക്കൊരിക്കലും പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല. അതായത് ഫയൽ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ വൈറസ് വരില്ല എന്നൊന്നും പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് മണ്ടത്തരാണ്. കാരണം ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പില്ല.
Sharing of disk, flash drives, or downloading or running an attached file with email are the main source of computer virus. അതായത് നമ്മളിങ്ങനെ ഡിസ്ക് ഷെയർ ചെയ്യുക, ഫ്ലാഷ് ഡ്രൈവ്, ഡൗൺലോഡിങ്, റണ്ണിങ്, അറ്റാച്ച്ഡ് ഫയൽ, അതൊക്കെ ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ കമ്പ്യൂട്ടർ വൈറസിൻ്റെ മെയിൻ സോഴ്സാണ്. പക്ഷേ ഇതൊന്നും ചെയ്യാതിരിക്കാനും നമുക്ക് പറ്റില്ല. തൗസൻഡ്സ് ഓഫ് വൈറസ് ആർ ഫൗണ്ട് ടു എക്സിസ്റ്റ് ടുഡേ. നമുക്ക് തൗസൻഡ്സ് ഓഫ് വൈറസ് ഇന്ന് അവൈലബിൾ ആണ്. മാത്രമല്ല 200 or more ന്യൂ വൈറസസ് ക്രിയേറ്റഡ് ഈച്ച് മന്ത്. ഓരോ മാസവും പുതിയ പുതിയ വൈറസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Many viruses are spread through the internet from files of downloaded software or files attached with email. അതായത് ഒരുപാട് വൈറസുകൾ ഇന്ന് ഇൻ്റർനെറ്റ് ത്രൂ സ്പ്രെഡ് ആവുന്നുണ്ട്. നമ്മൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ, അതേപോലെ ഇമെയിലായിട്ട് ഫയൽ അറ്റാച്ച് ചെയ്യുന്നതിലൂടെയൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. സം വൈറസ് മേ പ്രൊഡ്യൂസ് സം ഇറിറ്റേറ്റിംഗ് മെസ്സേജ് വൈൽ അതർ മേ ക്രാഷ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഓൾ ടുഗദർ. ചിലതൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇറിറ്റേറ്റിംഗ് മെസ്സേജുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റു ചിലത് കമ്പ്യൂട്ടർ സിസ്റ്റം ക്രാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വൈറസസ് ക്യാൻ ഓൾസോ അറ്റാക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഫ്രം അതർ ഇൻഫെക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ്. വൈറസസ് അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റത്തെയും അതേപോലെ മറ്റ് കമ്പ്യൂട്ടേഴ്സിനെയും ഇൻഫെക്റ്റ് ചെയ്യും. അതായത് നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെയും ബാധിക്കും, മറ്റ് കമ്പ്യൂട്ടേഴ്സിനെയൊക്കെ ബാധിക്കും വൈറസ്. ദ ചെർണോബിൽ, മെലീഷ ആൻഡ് ഐ ലവ് യു ആർ ദ example of some computer viruses which causes extensive damage to computer system worldwide through infected email. ചെർണോബിൽ, മെലീഷ, ഐ ലവ് യു എന്നൊക്കെ പേരുള്ള ഒരുപാട് കമ്പ്യൂട്ടർ വൈറസസ് ആണ് ഇന്ന് ഒരുപാട് ഡാമേജ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനും അതേപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇമെയിലിനൊക്കെ ബാധിക്കുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത്, അപ്പോൾ ഇത്രയാണ് വൈറസിനെ കുറിച്ച് പറയാനുള്ളത്. എന്തൊക്കെ വൈറസിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതൊരു സ്മോൾ പ്രോഗ്രാംസ് ആണ്. അതായത് നമ്മളുടെ അത് സ്വയം റിപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്യും, മറ്റുള്ള ഫയൽസിനൊക്കെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ആകെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുക, ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുക. അത് ഒരിക്കലും പോസിബിൾ അല്ല ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ചും ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാതിരിക്കാനും കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റിക്ക് പ്രസക്തിയില്ല. പിന്നെ ചെയ്യാനുള്ളത് സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ടുവരിക, അതേപോലെ എന്താണുള്ളത് ആൻറ്റി വൈറസസ് മാക്സിമം അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുവരിക. അതായത് നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ആൻറ്റി വൈറസ് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഡേ ടു ഡേ പുതിയ പുതിയ വൈറസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ നമ്മളുടെ ആൻറ്റി വൈറസിന് കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത പേരാണ് ട്രോജൻ ഹോഴ്സ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വേർഡ് ഒരു പക്ഷേ. ഇതെന്ന് പറഞ്ഞാൽ ദിസ് ടേം ട്രോജൻ ഹോഴ്സ് ഡിറൈവ്സ് ഫ്രം ഗ്രീക്ക് മിത്തോളജി ദാറ്റ് ആൻഡ് റെഫേഴ്സ് ടു വുഡൻ ഹോഴ്സ് ദാറ്റ് ദ ഗ്രീക്ക് യൂസ് ടു സ്നീക്ക് ഇൻ ടു എ സിറ്റി ഓഫ് ട്രോയ് ആൻഡ് കോങ്കർ ഇറ്റ്. അതായത് ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വുഡൻ ഹോഴ്സാണ്. ആക്ച്വലി ഇതാണ് ചാരൻ എന്ന് പറയുമല്ലോ നമ്മൾ, ആ പണിയെടുക്കുന്ന ഒരു ഹോഴ്സായിരുന്നു. ഇതെത്രയോ കാലം മുമ്പ് ഗ്രീക്കിൽ എന്താ ഉണ്ടായത്, ഇതൊരു ഗ്രീക്ക് മിത്തോളജിയാണ്. അവിടെ നടന്ന ഒരു കഥയാണ്. ഒരു സിറ്റിയെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചാരപ്പണി ചെയ്യാൻ വേണ്ടി അവർ കൊണ്ടുവന്നിട്ടുള്ളൊരു വുഡൻ ഹോഴ്സിൻ്റെ കഥയാണ് ആക്ച്വലി ട്രോജൻ ഹോഴ്സ് എന്ന് ആദ്യം എന്നൊരു പേരാണ്. എനിവേ നമ്മൾ സോഫ്റ്റ്വെയർ ഫീൽഡിലും ഈ പേര് ഇങ്ങനെ യൂസ് ചെയ്യാണ്, ട്രോജൻ ഹോഴ്സ്. ഇൻ സോഫ്റ്റ്വെയർ ഫീൽഡ് ദിസ് മീൻസ് ആൻ അൺഓതറൈസ്ഡ് പ്രോഗ്രാം വിച്ച് പാസീവ്ലി ഗെയിൻ കൺട്രോൾ ഓവർ അനദർ സിസ്റ്റം ബൈ റെപ്രസെൻറ്റിംഗ് ഇറ്റ് സെൽഫ് ആസ് ആൻ അൺഓതറൈസ്ഡ് പ്രോഗ്രാം. സോഫ്റ്റ്വെയർ ഫീൽഡിൽ വരുമ്പോൾ എന്താണ് ഇവിടെ ട്രോജൻ ഹോഴ്സ് കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു അൺഓതറൈസ്ഡ് പ്രോഗ്രാമാണ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഇത് റെപ്രസെൻ്റ് ചെയ്യാണ്, ഇതൊരു ഓതറൈസ്ഡ് പ്രോഗ്രാമാണെന്ന് സ്വയം റെപ്രസെൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ പാസീവ് ഗെയിൻസ് കൺട്രോൾ, അതായത് അതിൻ്റെ കൺട്രോൾ പാസീവ്ലി ഗെയിൻ ചെയ്യാണ് നമ്മളുടെ ഈ ട്രോജൻ ഹോഴ്സ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു അൺഓതറൈസ്ഡ് പ്രോഗ്രാമാണ്, പക്ഷേ നമ്മളെ മുന്നിൽ വരുമ്പോൾ ഒരു ഓതറൈസ്ഡ് പ്രോഗ്രാമാക്കി അവർ നമുക്കൊരു ഫീല് തരും. അതുകൊണ്ട് തന്നെ നമ്മളത് വിശ്വസിക്കും, നമ്മൾ അവരുടെ കയ്യിൽ പെടും, അവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയും. It is a type of malware that is often discussed as legitimate software. ഇതൊരു മാൽവെയർ ആണ് ആക്ച്വലി, പക്ഷേ ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ ആയിട്ടാണ് നമ്മൾ മുന്നിൽ ഡിസ്കസ് ചെയ്യുന്നത്. ട്രോജൻ ഹോഴ്സ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് അപ്പിയേഴ്സ് ഹാംലെസ് ബട്ട് ഇറ്റ് ഈസ് ഇൻ ഫാക്ട് മെലീഷ്യസ്. ഇത് നമ്മളുടെ മുന്നിൽ ഹാംലെസ് ആയിട്ട് അപ്പിയർ ചെയ്യുമെങ്കിൽ കൂടെ ആക്ച്വലി അതെന്താണ്, മെലീഷ്യസ് പ്രോഗ്രാമാണ്. ഇറ്റ്സ് വെരി ഹാംഫുൾ. ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഇൻസ്റ്റാളിങ് ട്രോജൻ ഈസ് ത്രൂ ഇമെയിൽ. കോമൺലി ട്രോജന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ ഇമെയിൽ ത്രൂ ആണ്. ദിസ് പ്രോഗ്രാം മേ സീം ടു ബി യൂസ്ഫുൾ ബട്ട് ഇൻ ഫാക്ട് ഡസ് സംതിങ് ഹാംഫുൾ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം വിത്തൗട്ട് അവർ നോളജ് ലൈക്ക് എ ഗെയിം ഓർ സ്ക്രീൻ സേവർ. ഇത് പൊതുവേ നമ്മൾ കയ്യിൽ ഈ ട്രോജൻ ഹോഴ്സ് എത്തുന്നത് ഇമെയിലിലൂടെയാണ്. അപ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യാവോ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആണെന്നൊക്കെ കരുതിയിട്ടായിരിക്കും നമ്മളുടെ ഇമെയിൽ നമ്മളത് ആക്സസ് ചെയ്യുക. പക്ഷേ ഇറ്റ്സ് വെരി ഹാംഫുൾ, കമ്പ്യൂട്ടറിന് ഹാംഫുള്ളാണ്. മാത്രമല്ല ഒരു ഗെയിമോ സ്ക്രീൻ സേവറൊക്കെ ആയിട്ടാണ് ഇത് പെർഫോം ചെയ്യുക. പക്ഷെ നമുക്കറിയില്ല ഇതെങ്ങനെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുക. അതൊരു ഗെയിമായിട്ടോ സ്ക്രീൻ സേവറായിട്ടൊക്കെയാണ് അത് വർക്ക് ചെയ്യുക.
Once activated, Trojans are enabled cyber criminals to spy, steal sensitive data and gain backdoor access to the system. അതായത് ഇത് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാസീവായിട്ടാണ് പെർഫോം ചെയ്യുക, അല്ലാതെ ആക്റ്റീവായിട്ട് ഒരിക്കലും വൈറസിനെ പോലെ ഡയറക്റ്റായിട്ടും പെർഫോം ചെയ്യില്ല. ബാക്കിലാണ് അവരുടെ കളി, ബാക്ക് ഡോർ പ്ലേ ആണ്. സോ എന്താ വെച്ചാൽ ട്രോജൻസ് എന്താ ചെയ്യുക വെച്ചാൽ സൈബർ ക്രൈംസിന് അത് സ്പ്രേ ചെയ്യാനുള്ള ചാൻസ് കൊടുക്കും, അതേപോലെ സെൻസിറ്റീവ് ഡാറ്റ സ്റ്റീൽ ചെയ്യും, അതേപോലെ ബാക്ക് ഡോർ ആക്സസ് കൊടുക്കും. അതായത് നമ്മളറിയാതെ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഡാറ്റയൊക്കെ വേറെ ആരൊക്കെയോ ആക്സസ് ചെയ്യുന്ന ഒരു അവസ്ഥ. As a result of the attack, hackers are able to take complete control of computer without user knowledge. നമ്മളറിയാതെ നമ്മുടെ സിസ്റ്റത്തെ മൊത്തമായിട്ട് അവരങ്ങ് കൺട്രോളിലെടുക്കും. Then hackers can access and delete all files, send emails and run programs. അതുകൊണ്ട് തന്നെ എന്താണ്, ഹാക്കേഴ്സിന് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയും, നമ്മുടെ ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്യാൻ കഴിയും, ഇമെയിൽസൊക്കെ സെൻഡ് ചെയ്ത് നമുക്ക് പ്രോഗ്രാംസൊക്കെ അവർക്ക് തന്നെ റൺ ചെയ്യാൻ കഴിയും. നമ്മളൊരു ഫയൽ എടുക്കുമ്പോൾ വേറെ ഏതോ ഒന്നായിരിക്കും റൺ ചെയ്ത് പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. The method of dealing with Trojans are generally the same as for those dealing with viruses. വൈറസ് മാനേജ് ചെയ്യുന്ന പോലെ തന്നെയൊക്കെ ട്രോജന് കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. Most virus scanners attempt to deal with some of the common Trojans with varying degree of success. അതായത് വൈറസ് സ്കാനേഴ്സ് ഒരുപാടുണ്ട്, നമുക്കറിയാം ആൻറ്റി വൈറസ് ഒരുപാടുണ്ട്. കോമൺലി യൂസ് ചെയ്യുന്ന ആൻറ്റി വൈറസിന് മതിയാവും ഒരു പരിധി വരെ ട്രോജൻസിൽ നിന്നും രക്ഷപ്പെടാൻ, സക്സസ്ഫുൾ ആവാൻ. പക്ഷേ നമ്മളെ കയ്യിൽ ആൻറ്റി ട്രോജൻസൊക്കെ സ്കാനേഴ്സ് അവൈലബിൾ ആണ്, വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇവർ പാസീവായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. നമ്മൾ വൈറസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അത് ആക്റ്റീവായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഇവർ പാസീവായിട്ട് ബാക്ക് ടോക്ക് പോലെ അല്ലെങ്കിൽ ബാക്ക് പ്ലേ പോലെയാണ് നടക്കുന്നത്. അതായത് നമ്മളറിയാതൊക്കെ കൺട്രോൾ അവരുടെ കയ്യിലെത്തും, എന്നിട്ടാണ് നമ്മളറിയാതൊക്കെ കഴിഞ്ഞു പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ടുവരിക, ആൻറ്റി ട്രോജൻ സ്കാനേഴ്സ് കൊണ്ടുവരിക, അതേപോലെ ആൻറ്റി വൈറസും ഒരു പരിധി വരെയൊക്കെ സക്സസ്ഫുൾ ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ട്രോജൻ ഹോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. ജസ്റ്റ് ഒരു ചാരപ്പണി ചെയ്യുന്ന ഒരാളാണ് ആരാണ് ട്രോജൻ ഹോഴ്സ്. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഹോക്സ്. ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെ ക്ഷീണിക്കണം, വേറെ നിങ്ങൾ റീഡ് ചെയ്ത് പോകുമ്പോൾ. കാരണം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബുക്ക് വായിക്കുമ്പോൾ ഈസിയാവുമെന്ന് കരുതിയിട്ടാണ്. നിങ്ങളിത് ഷോർട്ടാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി സിമ്പിളായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്ന ഏരിയ ആണ് നമ്മുടെ ഇ കോമേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് അത്ര ഈസി ആയല്ലോ, കൺസെപ്റ്റ് ക്ലിയർ ചെയ്താൽ നിങ്ങൾ ബുക്ക് വായിച്ചില്ലെങ്കിലും എഴുതാൻ കഴിയും. കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻ്റർനെറ്റ് ഹോക്സ് എന്താണെന്ന് മനസ്സിലാക്കുക, അത് വെച്ചിട്ട് എഴുതുക. ട്രോജൻ ഹൗസ് എന്താണെന്ന് മനസ്സിലാക്കുക, കുറച്ച് ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ഗൂഗിളായിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾ അത്രയും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ ഇ കൊമേഴ്സിൽ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ തരുന്ന വീഡിയോ കറക്റ്റായിട്ട് കാണുക, എന്നാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ഇൻ്റർനെറ്റ് ഹോക്സ് ആണ്. ഇൻ്റർനെറ്റ് ഹോക്സസ് ആർ സ്റ്റോറീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ത്രൂ സ്പ്രെഡ് ചെയ്യുന്ന സ്റ്റോറീസാണ് ഇൻ്റർനെറ്റ് ഹോക്സ് എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ ഇമെയിൽ, ഫോറംസ് ആൻഡ് ബ്ലോഗ്സ് ഓർ ഷോയിങ് ഇമേജസ് ദാറ്റ് ആർ അൺട്രൂ ഓർ അൾട്രേഷൻ ഓഫ് ദ ട്രൂത്ത്. ഇത് നമ്മുടെ മുന്നിലെത്തുന്നത് ഇമെയിൽ ത്രൂ ആവാം, ബ്ലോഗായിട്ടാം, പല രീതിയിലും നമ്മളെ മുന്നിലെത്തും, ഇമേജസ് ആയിട്ടൊക്കെ എത്താം. ഇതൊരിക്കലും ട്രൂ അല്ല, അല്ലെങ്കിൽ സത്യം കുറച്ച് വളച്ചൊടിച്ചതാണ്, അൾട്രേഷൻ ഓഫ് ദ ട്രൂത്ത് ആണ്. ദീസ് ടൈപ്പ് ഓഫ് ഹോക്സസ് ക്യാൻ ബി മിയർലി ഇന്നസെൻറ്റ് സ്റ്റോറീസ് സ്പ്രെഡ് ഇൻ ഓർഡർ ടു പ്ലേ ഓൺ പീപ്പിൾസ് ഇൻഹറൻറ്റ് വില്ലിങ്നെസ് ടു ബിലീവ് when presented in a realistic way, or can be more malicious effort to crash servers and spread virus. ഇത്തരം ടൈപ്പ് ഓഫ് കഥകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നത് ഇന്നസെൻറ്റ് സ്റ്റോറീസ് ആയിട്ടായിരിക്കും. അതൊരു പക്ഷേ നമ്മുടെ വില്ലിങ്നെസ്സിനെയും, കാരണം പല ആളുകളും പല രീതിയിലായിരിക്കും. അപ്പോൾ ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ ഏത് രീതിയിലാണ് ഒരാളുടെ റിയലിസ്റ്റിക് വേയിൽ എത്തുമ്പോൾ എങ്ങനെയാണ് ഒരാളിന് എത്തുന്നത് എന്നും, അല്ലെങ്കിൽ മെലീഷ്യസ് എഫേർട്ടും അതിൻ്റെ കൂടെ അവർക്ക് ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ സെർവേഴ്സിനെ ക്രാഷ് ചെയ്യുക, അതേപോലെ വൈറസ് സ്പ്രെഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശം ഇവരുടെ മുന്നിലുണ്ടായിരിക്കും. ഇത്തരം ഇൻ്റർനെറ്റ് ഹോക്സ് നമ്മളുടെ മുന്നിലെത്തുമ്പോൾ ഒന്നെങ്കിൽ നമ്മളെ മൈൻഡിനെ അൾട്ടർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അവരധികം അങ്ങനെയൊക്കെ ഉണ്ട്. ആളുകൾ കൊല്ലാൻ വരെ ഇതൊക്കെ യൂസ് ചെയ്യും. കാരണം ചില ആളുകൾ കുറച്ച് വീക്കായിരിക്കും മാനസികമായിട്ട്. അത്തരം ആളുകളുടെ മുന്നിൽ ഇങ്ങനെ പല കഥകൾ ഇട്ട് കൊടുക്കുന്നതിലൂടെ അവരുടെ മൈൻഡ് ഓൾറെഡി കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടുള്ള മെൻ്റൽ പ്രോബ്ലംസ് എന്നല്ല, പക്ഷേ കുറച്ച് വീക്ക് മെൻ്റലി ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇത്തരം കഥകൾ സ്വാധീനിക്കുക. അപ്പോൾ എപ്പോഴും കേൾക്കുന്നില്ല സൂയിസൈഡ് അറ്റംപ്റ്റുകൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ സൂയിസൈഡ് ചെയ്യുന്ന എന്താണ്, അവരുടെ മൈൻഡ് അത്രയും വീക്കാണ്. ഈവൻ ഇപ്പോൾ നമ്മൾ തന്നെ ഇത്തരം ആളുകളുണ്ട്, ഇവിടെ നമ്മളിൽ ആരൊക്കെ മൈൻഡ് വീക്കാണെന്ന് നമുക്കറിയില്ല. കാരണം ചില സാഹചര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്നാണ് അയാൾ അത് എന്തെങ്കിലും ചെയ്ത് സൂയിസൈഡൊക്കെ മാറുന്നത്. അപ്പോൾ അത്രയും കണ്ടീഷനിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നുണ്ട്. അതൊക്കെ ഇത്തരം ഇൻ്റർനെറ്റ് ഹോക്സിനൊക്കെ അതിന് നല്ലൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. മാത്രമല്ല പിന്നെ എന്തൊക്കെയാണ് ഇൻ്റർനെറ്റ് ഹോക്സ് ചെയ്യുന്നത്, നമ്മുടെ സെർവേഴ്സ് ക്രാഷ് ചെയ്യാൻ കഴിയും, വൈറസ് സ്പ്രെഡ് ചെയ്യാനൊക്കെ ഇൻ്റർനെറ്റ് ഹോക്സ് യൂസ് ചെയ്യുന്നുണ്ട്.
എ ഹോക്സ് ഇസ് യൂഷ്വലി ആൻ ഇമെയിൽ ദാറ്റ് റിസീവ് വിത്ത് ദെയർ സപ്പോസലി വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. ഇത് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആയിട്ടാണ് നമ്മുടെ മുന്നിലെത്തുക. അജിങ് ടു പാസ് ദിസ് ഇൻഫർമേഷൻ ടു ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ ടു മേക്ക് ദം അവെയർ ഓഫ് ദിസ് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അവയർനെസ്സിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ വാട്സപ്പിലേക്ക് എത്രയാ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്ത് പോയിരുന്നത്. പിന്നെ നമുക്ക് മനസ്സിലാവണം ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നിർത്തിവെച്ച ആളുകൾക്ക് ഇപ്പോൾ ബോധം വന്നു. പക്ഷേ വാട്സപ്പൊക്കെ വന്നോടനെ അതന്നെ ഒരു പണിയായിരുന്നു. അപ്പോൾ however the message is bogus and passing it on will give nothing else but create unnecessary junk email messages. അതായത് ഇത്തരം മെസ്സേജുകൾ എന്താണ്, ബോഗസ് ആണ്. നമ്മളെന്ത് ചെയ്യും, അത് സെൻഡ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. പക്ഷേ അൺനെസസറി ജങ്ക് ഇമെയിൽ മെസ്സേജുകൾ ഒരുപാട് വരും. അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വന്നുള്ള കുഴപ്പം എന്താ വെച്ചാൽ നമ്മളെ മെമ്മറി ഫുള്ളാവും, നമ്മളെ സെർവർ, നമ്മളുടെ ഡ്രൈവ് വരെ ഫുള്ളാവുന്ന കേസുകൾ. 15 GB ഉണ്ടായിട്ട് അത് വരെ ഫുള്ളാവാറുണ്ട്. അപ്പം ഇങ്ങനെ ജങ്ക് ഫയൽ വരും. നമ്മൾ ഒരുപാട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ജങ്ക് ഫയൽ നമ്മളുടെ സിസ്റ്റത്തിലെത്തും. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇൻ്റർനെറ്റ് ട്രാഫിക് കൂടും. അതായത് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനൊക്കെ സ്ലോ ഡൗൺ ആയി മാറും. അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരികയാണ്. ഇവർക്ക് ഒരുപാട് ഉദ്ദേശങ്ങളാണ്. ഒരിക്കലും അൾട്ടിമേറ്റ് എയിം എന്നതിനപ്പുറം ഒരുപാട് ഉദ്ദേശങ്ങളാണ്. നമ്മുടെ സെർവർ ക്രാഷ് ചെയ്യുക, നമ്മുടെ സിസ്റ്റം സ്ലോ ഡൗൺ ആക്കുക, നമ്മൾ തകർക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. ദ ഓൺലി പർപ്പസ് ഓഫ് ഹോക്സ് ഈസ് ടു വേസ്റ്റ് ടൈം ആൻഡ് മേക്ക് us പാർട്ടിസിപ്പേറ്റ് ഇൻ ജനറേറ്റിംഗ് ജങ്ക് ഇൻ്റർനെറ്റ് ട്രാഫിക്. ഇവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഒന്ന് ടൈം വേസ്റ്റേജ് ആണ്. നമ്മളങ്ങോട്ട് എല്ലാ രീതിയിലും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന അത്രയും ബിസി ഷെഡ്യൂൾ വർക്ക് ചെയ്യുന്ന ഒരാളെയൊക്കെ തളർത്തുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ സക്സസ് ആണ് ആക്ച്വലി. ഇയാളെ പിന്നെ ഒന്നിനും പറ്റാത്ത രീതിയിലാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് ഒരാളുടെ പക ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരിക്കലും ചെയ്യരുത്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒരാൾ ട്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മളിപ്പോൾ അർജൻറ്റായിട്ട് പ്രത്യേകിച്ച് പ്രൊഫഷണൽ ലൈഫിലേക്ക് വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് ബാധിക്കുക. കാരണം നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിനെ അത് ബാധിക്കും, അതിലൂടെ അത് പേഴ്സണൽ ലൈഫിനെ ബാധിക്കും. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിൽ അതെത്തും. മേക്ക് us പാർട്ടിസിപ്പേറ്റ് ഇൻ ജനറേറ്റിംഗ് ജങ്ക് ഇൻ്റർനെറ്റ് ട്രാഫിക്. ഇവരെന്ത് ചെയ്യും, ഇങ്ങനെ ഒരുപാട് ഇൻ്റർനെറ്റ് ട്രാഫിക്കും ജനറേറ്റ് ചെയ്യും. ദ മിസ്ലീഡിങ് ഇമെയിൽസ് അറീവ് ഇൻ ദ ഇൻബോക്സസ് ഓഫ് മെനി പീപ്പിൾ എവരി ഡേ. ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നതിലൂടെ, അതായത് ഇത്രയും ഇമെയിൽസൊക്കെ മിസ്ലീഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഇൻബോക്സസിലൊക്കെ എത്തും. മേക്കിംഗ് ഓൾ കൈൻഡ് ഓഫ് ക്ലെയിംസ് ഓഫ് ഫോർ എവറിത്തിങ്. Some of most common type of internet hoaxes include these claim to warn about some type of virus being passed around the internet and will mislead people about security threat. security threat വെച്ച് വരെ അവർ എന്ത് ചെയ്യും, മിസ്ലീഡ് ചെയ്യും. ഇങ്ങനെ ഒരു വൈറസ് വരുന്നുണ്ട്, അപ്പോൾ നമ്മളത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അതേപോലെ ഭൂമിയിലേക്ക് എന്തോ ഒരു ഉൽക്ക പതിക്കാൻ വരുന്നു, അപ്പോൾ നമ്മൾ അങ്ങനെ പേടിക്കണം, ഇങ്ങനെ പേടിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്ക് ചിലരെങ്കിലും ചിന്തിക്കും അയ്യോ ലോകാവസാനമായി എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ അതൊക്കെയാണ് ഈ വീക്കായിട്ടുള്ള ആളുകൾ അതൊക്കെ ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതൊക്കെ ഒരു എക്സാമ്പിൾ പറയുന്നത്, അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുക. അങ്ങനത്തെ ആളുകൾ പോലും നമ്മൾ പ്രതീക്ഷിക്കാതെ മരിക്കുന്നതൊക്കെ എന്താണ്. പിന്നെ ചിലത് ക്രൈംസ് ഉണ്ട്, അതിൻ്റെ അപ്പുറം അവരെ തളർത്താൻ കഴിയണം. അത്രയും ലക്ഷറി ലൈഫിൽ ജീവിക്കുന്ന ഒരാൾ പെട്ടെന്ന് അതൊക്കെ ഇല്ല എന്ന് അറിയുമ്പോൾ നിമിഷം അയാൾ മരിക്കുകയേ ചെയ്യുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ അടുത്ത് തന്നെ ഒരു ബിസിനസ്മാൻ ഈ കൊറോണ കാലത്ത് മരിച്ചത് അങ്ങനെയാണ്. മൂപ്പര് ബിസിനസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾ ഇൻഫർമേഷൻ കൊടുക്കും, മാനേജർ ഒക്കെ തകർന്നു, അവിടെ അങ്ങനെ ഇങ്ങനെ പേടിപ്പിക്കുന്ന നിമിഷം ഇയാൾ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ 14ാമത്തെ നിലയിൽ നിന്നാണ് അയാൾ താഴേക്ക് ചാടുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിലും ആളുകളെ വീക്കാക്കാൻ കഴിയും. പക്ഷെ നമ്മളൊരിക്കലും ട്രൈ ചെയ്യരുത്. അത് അങ്ങേയറ്റം വേസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മളൊക്കെ നല്ല കുട്ടികളാണ്. ഓക്കെ. Then email hoaxes will offer stories and claims various alerts that are actually scams that could harm a computer. അതായത് ഇതൊക്കെ പറയുന്നത് വലിയ സ്റ്റോറീസൊക്കെ ഓഫർ ചെയ്യും, അതേപോലെ ഒരുപാട് അലേർട്ടുകളൊക്കെ തരികയാണ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി അവർ കമ്പ്യൂട്ടറാണ് ഹാം ചെയ്യുന്നത്, അല്ലാതെ നമ്മളെ കുറേ അലേർട്ടൊക്കെ തന്ന് നന്നാക്കാനല്ല അവർ നോക്കുന്നത്. തോസ് ഫോർ റെസ്പോണ്ട്, കാരണം അവർ നമ്മളുടെ വീക്ക്നെസ് നോക്കുക. നമുക്ക് എന്തൊക്കെ അലേർട്ട് കിട്ടിയാൽ നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ളതിൽ അവർ നമ്മളങ്ങനെ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കഴിവ് അവർക്കുണ്ട്, അതിനുള്ളവരാണ് ഈ പണിക്ക് ഇറങ്ങുന്നത്. Those who respond to such email become the victims. The hoax may contain virus and malware that will seriously harm computer. അതായത് ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളാണ് ഇതിൻ്റെ വിക്ടിംസ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇത്തരം ഹോക്സുകൾ വൈറസും മാൽവെയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ ഹാംഫുള്ളി എഫക്റ്റ് ചെയ്യും. ദർ ആർ ഡിഫറൻസ് ബിറ്റ്വീൻ എ വൈറസ് ആൻഡ് ഹോക്സ്. വൈറസും ഹോക്സും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. Some viruses are malicious programs that spread themselves without users' knowledge by emailing themselves to some or all people in their address book. അതായത് വൈറസുകൾ മെലീഷ്യസ് പ്രോഗ്രാംസ് ആണ്, അവർ തന്നെ സ്പ്രെഡ് ചെയ്യും നമ്മളറിയാതെ തന്നെ. അതൊരു പക്ഷേ ഇതേപോലെ ഇമെയിൽ ത്രൂ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്രസ് ബുക്ക് ത്രൂ ഒക്കെ ആവാം. But the hoax is not a program or script and therefore cannot replicate and spread itself. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. എന്താണ് വൈറസും ഹോക്സും തമ്മിലുള്ള ഡിഫറൻസ് വ്യക്തമായിട്ട് ഈ ബുക്കിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മളതുകൊണ്ടാണ് കൂളായിട്ട് ഇത് റീഡ് ചെയ്ത് നിങ്ങളെ കൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഇതിനെക്കുറിച്ച് വരണം. അപ്പോൾ ഹോക്സിൻ്റെ കേസ് വരുമ്പോൾ അതെന്താണ്, അതൊരു പ്രോഗ്രാമോ സ്ക്രിപ്റ്റോ ഒന്നുമല്ല. അതങ്ങനെ റിപ്ലിക്കേറ്റ് ചെയ്യാനോ സ്പ്രെഡ് ഇറ്റ് സെൽഫ് ചെയ്യാനോ കഴിയുന്ന ഒരാളെ അല്ല നമ്മളുടെ ഹോക്സ്.
ഇറ്റ് റിക്വയേഴ്സ് യൂസർ ഇൻ്റർവെൻഷൻ. യൂസർ എന്നെ കരുതണം അത് എല്ലായിടത്തും എത്തിക്കിട്ടാൻ. അതുകൊണ്ടാണ് അവർ നമ്മൾ അത്രയും വിശ്വസിപ്പിക്കുന്നത്, എന്നാലേ അത് എല്ലായിടത്തും എത്തുള്ളൂ. ഇറ്റ് ഹാസ് ടു ബി എ ലോട്ട് മോർ എൻഡിസൈസിങ്. The hoax has the capacity to make users believe it is true so that they spread the hoax themselves. അതായത് ഹോക്സ് എന്താ ചെയ്യുന്നത്, യൂസേഴ്സിനെ ബിലീവ് ചെയ്യിക്കുകയാണ് ഇത് ട്രൂ ആണ്, അതേപോലെ നിങ്ങളിത് എല്ലാവരും എത്തിക്കുക എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് ചെയ്യും. ദിസ് മീൻസ് എ ഹോക്സ് നോട്ട് ഓൺലി വേസ്റ്റ് അവർ ടൈം ബൈ മേക്കിംഗ് അസ് റീഡ് ഇറ്റ്, ഇറ്റ് ഓൾസോ ട്രൈസ് ടു മാനിപ്പുലേറ്റ് അസ് ഇൻ ടു ആക്ടിങ് ഇറ്റ്. നമ്മളുടെ ടൈം അത് റീഡ് ചെയ്ത് വേസ്റ്റ് ചെയ്യിക്കുന്നതിൻ്റെ അപ്പുറം അവരെന്താ ചെയ്യുന്നത്, നമ്മളെ കൂടെ മാനിപ്പുലേറ്റ് ചെയ്യാണ്, അതിനും കൂടെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ യൂസ് ചെയ്തിട്ടാണ് അവർ ബാക്കി സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വൈറസിൻ്റെ കേസിൽ അതല്ല, അത് ഒറ്റയ്ക്ക് റിപ്ലിക്കേറ്റ് ചെയ്യും, അത് ഒറ്റയ്ക്ക് സ്പ്രെഡ് ആവും. പക്ഷേ ഇവിടെ അതല്ല, അത് നമ്മളെ യൂസ് ചെയ്ത് നമ്മൾ തന്നെ മണ്ടന്മാരെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വേംസ്. കമ്പ്യൂട്ടർ വേംസ് ആർ പ്രോഗ്രാംസ് ദാറ്റ് റീപ്രൊഡ്യൂസ്, എക്സിക്യൂട്ട് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ട്രാവൽ അക്രോസ് ദ നെറ്റ്വർക്ക് കണക്ഷൻസ്. കമ്പ്യൂട്ടർ വേംസ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാംസ് ആണ്, അത് റീപ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും, ആൻഡ് ട്രാവൽ അക്രോസ് ദ നെറ്റ്വർക്ക് കണക്ഷൻസ്. വേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നവരാണ് കമ്പ്യൂട്ടർ വേംസ്. അതേപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, ഇവിടെ ഈ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു എന്താണ് വൈറസും ഹോക്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതും നിങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് ഇങ്ങനെ പഠിച്ചാൽ കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ വേംസിൽ പോയിന്റ് പോയിട്ട് വൈറസിൻ്റെ പോയിന്റ് എഴുതും, വൈറസിൻ്റെ പോയിന്റ് പോയിട്ട് വേംസിൻ്റെ പോയിന്റ് എഴുതും, അങ്ങനെയൊക്കെ മിസ്റ്റേക്കുകൾ വരുത്തും. അപ്പോൾ ഇപ്പോഴേ പോയിന്റുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക കേട്ടോ. സോറി, ഇവിടെ വലിയ പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വേംസ് എന്ന് പറയുമ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. നമ്മുടെ വൈറസൊക്കെ ഡിപ്പെൻഡൻ്റ് ആയിട്ടായിരുന്നു, പക്ഷേ വേംസ് ആയപ്പോൾ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് ട്രാവൽ അക്രോസ് ദ നെറ്റ്വർക്ക് കണക്ഷൻസ് ത്രൂ ഒക്കെ അത് ട്രാവൽ ചെയ്ത് പോകും. ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ എ വൈറസ് ആൻഡ് വേംസ് ഈസ് ദ മാനർ ഇൻ വിച്ച് ഇറ്റ് റീപ്രൊഡ്യൂസ് ആൻഡ് സ്പ്രെഡ്സ്. നമ്മുടെ വൈറസും വേംസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യും, സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നിടത്തുള്ള ഡിഫറൻസ് ആണ്. വൈറസ് ഇസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ഇൻ ദ ഹോസ്റ്റ് ഫയൽ ഓർ ബൂട്ട് സെക്ടർ. വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് ദ ട്രാൻസ്ഫർ ഓഫ് ഫയൽസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ടു സ്പ്രെഡ്, വേറാസ് ദ കമ്പ്യൂട്ടർ വേം ക്യാൻ ബി എക്സിക്യൂട്ട് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് സ്പ്രെഡ് ഓൺ ഇറ്റ്സ് ഓൺ അക്കോർഡ് ത്രൂ നെറ്റ്വർക്ക് കണക്ഷൻസ്. നമ്മുടെ വൈറസ് നമ്മൾ പറഞ്ഞ ഒരു ബൂട്ട് സെക്ടറോ ഹോസ്റ്റ് ഫയലോ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വൈറസ് സ്പ്രെഡ് ആവുന്നത്, അതേപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടറാണ്. പക്ഷേ നമ്മുടെ വേമിൻ്റെ കേസ് വരുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്, അതേപോലെ അതിൻ്റേതായിട്ടുള്ള ഒരു വേയിലാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്, അതേപോലെ നെറ്റ്വർക്ക് കണക്ഷൻസ് ത്രൂ ആണ് വേംസ് സ്പ്രെഡ് ആവുന്നത്. ദ സെക്യൂരിറ്റി ത്രെഡ് ഫ്രം വേംസ് ഈസ് ഈക്വലൻ്റ് ടു ദാറ്റ് ഓഫ് വൈറസ്. സെക്യൂരിറ്റി ത്രെഡ്സ് പിന്നെ വൈറസ് പോലെ തന്നെയാണ് വേംസിൻ്റെ കേസിൽ നടക്കുന്നത്. കമ്പ്യൂട്ടർ വേംസ് ആർ capable of doing damages such as destroying crucial files in the computer system, slowing it down to large degree. അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ ഡാമേജ് ചെയ്യിക്കാൻ നമ്മുടെ വേംസിനെ കൊണ്ട് കഴിയും. അതേപോലെ നമ്മുടെ സിസ്റ്റം സ്ലോ ഡൗൺ ചെയ്യിക്കാൻ കഴിയും. ഓർ ഈവൻ കോസിങ് സം ക്രിട്ടിക്കൽ പ്രോഗ്രാം ടു സ്റ്റോപ്പ് വർക്ക്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബൂട്ടിംഗ് പ്രോഗ്രാം വരെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ ഒരു പക്ഷേ വേമിനെ കൊണ്ട് കഴിയും. ടു വെരി പ്രോമിനൻറ്റ് എക്സാമ്പിൾസ് ഓഫ് വേംസ് എന്ന് പറഞ്ഞാൽ MS ബ്ലാസ്റ്റർ ഉണ്ട്, സാസർ വേംസ് ഉണ്ട്, രണ്ട് മെയിൻ ആയിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ വൺ വേർഡിന് ചോദിക്കും കേട്ടോ. MS ബ്ലാസ്റ്റർ, സാസർ വേംസ് ഒക്കെ എന്താണ്, അതായത് MS ബ്ലാസ്റ്റർ അതിൻ്റെ പേരാണ് വേമിൻ്റെ. അതേപോലെ വൈറസിൻ്റെ കുറേ പേര് നമ്മൾ ചെർണോബിലൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇത്തരം നെയിംസൊക്കെ വെരി വെരി ഇമ്പോർട്ടൻസ് ആണ്. വേംസ് അൺലൈക്ക് വൈറസസ് ഡു നോട്ട് നീഡ് ദ ഹോസ്റ്റ് ടു അറ്റാച്ച് ദംസെൽസ് ടു. വേംസ് എന്ന് പറയുമ്പോൾ വൈറസ് പോലെയല്ല, അതായത് അവർക്ക് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദേ മിയർലി മേക്ക് ഫങ്ഷണൽ കോപ്പീസ് ഓഫ് ദംസെൽസ് ആൻഡ് ഡു ദിസ് റിപ്പീറ്റഡ്ലി ടിൽ ദേ കൺസ്യൂം ഓൾ ദ അവൈലബിൾ സ്പേസ് ഓൺ എ കമ്പ്യൂട്ടർ മെമ്മറി. അതായത് അവർ തന്നെ ഫങ്ഷണൽ കോപ്പീസ് അവർ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റിപ്പീറ്റായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ടാണ് നമ്മുടെ മെമ്മറിക്കകത്ത് അവർക്ക് വേണ്ട സ്പേസ് ഒക്കെ കൺസ്യൂം ചെയ്ത് അവർക്ക് വേണ്ട പെർഫോമൻസ് ഒക്കെ അവർ ചെയ്യും. ഇത്രയാണ് വേംസിനെ കുറിച്ച് പറയുന്നത്. ഇനി സ്പൈവെയർ ഒക്കെ പറയാനുണ്ട്, പക്ഷേ അപ്പോഴേക്ക് 23 മിനിറ്റായി, അതുകൊണ്ട് ഞാൻ നിർത്തി വെക്കുകയാണ്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അതേപോലെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ താങ്ക് യു.